ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ഹെയർ ഗ്രോത്ത് ആൻഡ് ഹെയർ കെയർ ചലഞ്ചിൻ്റെ 8ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇതിന് മുന്നുള്ള വീഡിയോസൊക്കെ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഞാൻ പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1ാമത്തെ ദിവസം തുടങ്ങി എല്ലാ ദിവസത്തെയും ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ 2ാമത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഹെയർ പാക്കൊക്കെ ഇടാനായിട്ട് മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഹെയർ സ്പ്രേ ഉണ്ടാക്കാന്നുള്ളത്. അപ്പോൾ അന്ന് കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹെയർ സ്പ്രേ ഉണ്ടാക്കുന്ന വീഡിയോ ഇടാൻ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ഹെയർ സ്പ്രേ ചോദിച്ച എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ആകെ 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ, നമ്മുടെ മെയിൻ താരങ്ങളായിട്ടുള്ള ഉലുവയും കരിഞ്ജീരകവും. അപ്പോൾ ഇതുണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസം നമ്മൾ 1 ടേബിൾ സ്പൂൺ ഉലുവയും 1 ടേബിൾ സ്പൂൺ കരിഞ്ജീരകവും ഒരു കപ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിരാനായിട്ട് വെക്കുക. അപ്പോൾ തലേ ദിവസം നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിയുമ്പോൾ പിറ്റേ ദിവസം ആയി കഴിയുമ്പോൾ നന്നായിട്ട് ഇതൊന്ന് കുതിർന്ന് കിട്ടും. എന്നിട്ട് നെക്സ്റ്റ് ഡേ നമ്മൾ ആ ഒരു കുതിർന്നിട്ടുള്ള ഉലുവയും കരിഞ്ജീരകവും കൈ വെച്ചിട്ടൊന്ന് ഇതുപോലെ ഉടച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഉലുവയുടെയും കരിഞ്ജീരകത്തിൻ്റെയും ഗുണങ്ങളൊക്കെ ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങും. അപ്പോൾ ഈ ഒരു വെള്ളമാണ് നമ്മൾ മുടി വളർത്താനുള്ള ഹെയർ സ്പ്രേ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഉലുവ എന്ന് പറയുമ്പോൾ നമ്മുടെ മുടി നന്നായിട്ട് വളരാനും മുടിയിലുണ്ടാവുന്ന താരനും കാര്യങ്ങളൊക്കെ മാറ്റാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കരിഞ്ജീരകമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിക്കൊരു ബ്ലാക്ക് കളർ കൊടുക്കാനും മുടിനെ നന്നായിട്ട് സ്മൂത്ത് ആക്കാനും പുതിയ ബേബി ഹെയർസ് ഒക്കെ വരാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതാ നമ്മുടെ ഹെയർ സ്പ്രേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹെയർ സ്പ്രേ ആയതുകൊണ്ട് തന്നെ ഞാനൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ടാണ് വെക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിലും ഇത് ഒരാഴ്ച വരെയൊക്കെ കേടാവാണ്ടിരുന്നോളും. അതെല്ലാം നിങ്ങൾക്ക് ഹെയർ പാക്ക് ആയിട്ടാണ് ഇടേണ്ടതെന്നുണ്ടെങ്കിൽ കുളിക്കുന്നതിന് മുന്നേ ഇത് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ എഫക്റ്റീവ് ആയിട്ടുള്ള ഹെയർ സ്പ്രേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എല്ലാ ദിവസവും അപ്ലൈ ചെയ്യാം. മുടി അങ്ങനെ ഡ്രൈ ആവുക കാര്യങ്ങളൊന്നുമില്ല. എല്ലാ ദിവസവും കിടക്കാൻ നേരത്തോ അല്ലെങ്കിൽ രാവിലെയോ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഹെയർ പാക്ക് ആയിട്ടും ഹെയർ സ്പ്രേ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ പുറത്ത് പോണവരാണെങ്കിൽ ഇത് യൂസ് ചെയ്യാതിരിക്കുന്നതാവും നല്ലത്, കാരണം ഉലുവയുടെ മണ്ണൊന്നും അത്ര നല്ലതല്ലല്ലോ. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ ദിവസവും ഇത് അപ്ലൈ ചെയ്യാം. ഉലുവ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മുടിക്ക് ഒരു പ്രോട്ടീൻ സോഴ്സാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഹെയർ സ്പ്രേ എല്ലാ ദിവസവും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടിക്ക് എല്ലാ ദിവസവും പ്രോട്ടീൻ കിട്ടാണ്. അപ്പോൾ ഓരോ ദിവസവും മുടി നന്നായിട്ട് വളരുകയും ചെയ്യും. പിന്നെ മുടി കൊഴിയുന്നതൊക്കെ നമുക്ക് നന്നായിട്ട് സ്റ്റോപ്പ് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ അനിയത്തിയുടെ തലയിൽ ഈ ഒരു ഹെയർ സ്പ്രേ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അവൾക്ക് ഇന്ന് എക്സാം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഹെയർ ഒന്ന് വാഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഹെയർ ഓയിലിംഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഹെയർ ഓയിലിംഗ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു സ്പ്രേ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനപ്പോൾ ഹെയർ വാഷ് ചെയ്യുന്നതുകൊണ്ടാണ് ഹെയർ ഓയിലിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് മൈൽഡ് ആയിട്ടുള്ള ഒരു ഷാമ്പൂ നന്നായിട്ട് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ഞാനിത് കഴുകി കൊടുക്കാറ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് ഹെയർ ഓയിലിംഗ് ചെയ്യാം. ഹെയർ ഓയിലിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു 10 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമാണ് നമ്മൾ ആ ചെയ്തിട്ടുള്ള ഹെയർ ഓയിലിങ്ങിന് ഒരു ഗുണം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും ഇതൊക്കെ പറയാറുണ്ട്. ആരെങ്കിലും പിന്നെ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ അവർക്കും കൂടെ ഒന്ന് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. പിന്നെ ഹെയർ പാക്ക് ഒക്കെ ഉണ്ടാക്കാൻ മടിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഹെയർ സ്പ്രേ ഉണ്ടാക്കിയിട്ടുള്ളത്. രണ്ടിനും സെയിം ഗുണങ്ങൾ തന്നെയാണ്. നമുക്കപ്പോൾ ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരാഴ്ച വരെയൊക്കെ യൂസ് ചെയ്യാം. ഹോസ്റ്റലിലുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ഹെയർ കെയറിന് വേണ്ടിയിട്ട് ഈ ഒരു സ്പ്രേ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. നമ്മളിതിന് മുന്നേ 2ാമത്തെ വീഡിയോയിൽ ഉലുവയും കരിഞ്ജീരകവും വെച്ചിട്ടുള്ള ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ സെയിം ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ഹെയർ സ്പ്രേ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഹെയർ സ്പ്രേ ഉണ്ടാക്കുന്നത് കാണിക്കുമെന്ന് ചോദിച്ചിട്ട്. എനിക്ക് ഇൻസ്റ്റയിലൊക്കെ ഒരു കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളപ്പോൾ മുടിയിൽ നന്നായിട്ട് ഹെയർ ഓയിലിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഹെയർ ഓയിലിംഗ് ചെയ്യുന്ന സമയത്ത് മുടി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കും. അപ്പോൾ മുടി നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് മുടി കുറച്ച് സ്ട്രെയിറ്റ് ആയ പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഹെയർ സ്പ്രേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇനി അപ്ലൈ ചെയ്യാം. ഹെയർ സ്പ്രേ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെ ഓരോ ഇഴ എടുത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. ഞാൻ പിന്നെ മുന്നത്തെ വീഡിയോയിൽ ബേബി ഹെയർസ് ഒക്കെ വന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. കാണാത്തവരാണെങ്കിൽ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടോക്ക് കേട്ടോ. നമ്മൾ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ആകെ 14 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോഴത്തേനും അടിപൊളി റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു റിസൾട്ട് കാണിക്കുന്ന വീഡിയോ ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൻ്റെ Day 7 വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ പുതിയ ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിൽ ഞാൻ ഷോർട്സ് ആണ് കൂടുതലായിട്ട് ആദ്യം അപ്ലോഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഷോർട്സ് അപ്ലോഡ് ചെയ്തിരുന്ന സമയത്ത് കുറേ പേരൊക്കെ ഫേസ് റിവീൽ ചെയ്യുമെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഫേസ് റിവീൽ ചെയ്യാനായിട്ട് തീരുമാനിച്ചേക്കാണ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ നാളെ ഇൻഷാല്ല അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫേസ് റിവീലിംഗ് ചെയ്യുന്ന സമയത്ത് എന്ത് കണ്ടൻറ്റാണ് പറയേണ്ടതെന്നുള്ളത് ഒരു കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് വല്ല സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റിൽ പറയട്ടോ. അപ്പോൾ ഹെയർ പാക്ക് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കും. നമ്മൾ കുളിക്കുന്ന കാരണം തന്നെ ഞാൻ
നല്ല രീതിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് കുളിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ഡാബ് ചെയ്ത് കഴിഞ്ഞിട്ട് മുടി ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വളരെ ഷോർട്ടാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.